ബിഗ് ബോസ് മലയാളം സീസൺ 7 ഇന്നത്തെ എപ്പിസോഡ് ചരിത്ര മുഹൂർത്തങ്ങൾക്ക് വഴിയൊരുക്കിയതാണ്. ലാലേട്ടന് ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചു എന്നുള്ളതിന്റെ ആ വലിയ സന്തോഷമുണ്ട്. അപ്പോൾ തന്നെ മറക്കാൻ കഴിയാത്ത മറ്റു ചില കാര്യങ്ങൾ കൂടി ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചു. അതെന്താണെന്ന് ആവർത്തിച്ചു വീണ്ടും പറയുകയാണ്. അനുമോൾ പറഞ്ഞതൊക്കെ ശരിയായിരുന്നുവെന്ന് അന്ന് അനുമോൾക്കെതിരെ പ്രചണ്ഡമാരുതനാഞ്ഞടിക്കത്തക്കവണ്ണം അതിശക്തമായി പ്രക്ഷോഭമുണ്ടാക്കിയ ഒരു കൂട്ടം ആൾക്കാർ തുറന്ന് സമ്മതിച്ചിരിക്കുന്നു. അവരെ ലോകത്തിന്റെ മുൻപിൽ ബിഗ് ബോസും ലാലേട്ടനും തുറന്ന് കാട്ടിയിരിക്കുന്നു. എന്തായിരുന്നു അനുമോൾ കണ്ടത്? പുതപ്പിനടിയിൽ രണ്ടാൾക്കാർ ഉമ്മ കൊടുക്കുന്നത് ഞാൻ കണ്ടുവെന്ന്. ബിഗ് ബോസ് അത് കണ്ടില്ല, ലാലേട്ടൻ അത് കണ്ടില്ല, വീട്ടിലുള്ളവരാരും കണ്ടില്ല. പക്ഷേ പ്രേക്ഷകരിൽ പലരും കണ്ടു എന്ന് പറയുന്നു. അനുമോൾ തന്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയുമാണ്. എന്നാൽ അതിനുശേഷം പല ആൾക്കാരും ആര്യനെയും ജിസൈലിനെയും വാച്ച് ചെയ്യുവാൻ തുടങ്ങിയത്രേ. അതായത് അനുമോൾ കണ്ടത് ഞങ്ങൾ കണ്ടില്ലല്ലോ, അനുമോൾ പറഞ്ഞതിനകത്ത് ഇനി എന്തെങ്കിലും തെറ്റായിട്ടുണ്ടോ, അതോ ശരിയാണോ, ഇത് കണ്ടുപിടിക്കുവാൻ വേണ്ടി ഒരു തീവ്ര യജ്ഞം തന്നെ ഡോക്ടർ ബിന്നിയുടെയും ഒനിലിന്റെയും അഭിലാഷിന്റെയും ഒക്കെ നേതൃത്വത്തിൽ അവിടെ നടത്തിയത്രേ. അവരൊരു നിഗമനത്തിൽ എത്തിച്ചേരുന്നു. ആ നിഗമനം അനുമോൾ പറഞ്ഞതൊക്കെ ഏകദേശം കറക്റ്റായിരുന്നു. ഉമ്മ കൊടുത്തോ എന്ന് അറിയില്ല, പക്ഷേ ഒരു ലവ് ട്രാക്ക് പിടിച്ചാണ് ആര്യനും ജിസൈലും ഇപ്പോൾ മുൻപോട്ട് പോകുന്നത്. ഇന്ന് ബിഗ് ബോസ് കുറച്ചൊക്കെ പരിജ്ഞാനം കാണിച്ചു. ഇല്ലായിരുന്നുവെങ്കിൽ മുഴുവൻ വാരി പുറത്തിട്ടിരുന്നെങ്കിൽ ആര്യനും ജിസൈലും കൂടി ഡോക്ടർ ബിന്നിയെ കൊല്ലാൻ സാധ്യതയുണ്ടായിരുന്നു. കാരണം അവരിപ്പോൾ ലവ് ട്രാക്ക് ആണോ എന്ന് സാബുമാൻ ചോദിക്കുമ്പോൾ കൊള്ളാം, മിക്കവാറും ഒരു കുടുംബം പിറക്കും എന്നുവരെ പറഞ്ഞു വെച്ചു ബിന്നി. ഇരുവരും ഉമ്മ കൊടുക്കുന്നതായി കണ്ടുവെന്ന് മാത്രമേ അനുമോൾ പറഞ്ഞുള്ളൂ കേട്ടോ. പക്ഷേ കുടുംബം പിറക്കും എന്നുവരെ പറഞ്ഞപ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? അങ്ങനെ ഒരു വാക്ക് ബിന്നി പറയണമെങ്കിൽ കാണാൻ പാടില്ലാത്തത് പലതും, ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ സംഭവിക്കാൻ പാടില്ലാത്തത് പലതും അവർ ലഭിച്ച മറവിടങ്ങളിലൊക്കെ വെച്ച് ചെയ്തു അല്ലെങ്കിൽ കാണിച്ചു എന്നുള്ളതല്ലേ അതിന്റെ അർത്ഥം? ഇല്ല എങ്കിൽ ബിന്നി അങ്ങനെയൊക്കെ തുറന്നടിക്കുമോ? ബിന്നിയൊക്കെ 2K കിഡ്സ് അല്ലേ, പുരോഗമന ആശയങ്ങൾ പറയുന്ന വളരെയധികം പരിഷ്കരിക്കപ്പെട്ട ഒരു സമൂഹത്തിന്റെ പ്രതിനിധികളായിട്ട് നിൽക്കുന്ന ആൾക്കാരല്ലേ. അതുമാത്രവുമല്ല, അനുമോൾ ഒരു ആരോപണം ഉന്നയിച്ചപ്പോൾ അനുമോളെ തകർത്തുടച്ചു കളയുവാൻ വേണ്ടി എത്ര ഭീകരമായ പ്ലാനുകളൊക്കെയായിരുന്നു ബിന്നി ഉണ്ടാക്കിയത്. ആര്യനോട് വന്ന് പറയുകയാണ്, നീ തിരിച്ചടിക്കണം. ലാലേട്ടൻ വരുന്ന സമയത്ത് കാഞ്ചനമാലയും മൊയ്തീനും തമ്മിൽ ആ ഒരു പ്രണയരംഗം അഭിനയിച്ചപ്പോൾ നിന്നെ കാമദാഹത്തോടു കൂടി അവൾ ഉമ്മ വെച്ചുവെന്നും നിനക്കും അപ്പോൾ എന്തൊക്കെയോ വികാരങ്ങൾ തോന്നിയെന്നും നീ പറയണം. ഇത്രയുമൊക്കെ ആര്യനോട് പറഞ്ഞു കൊടുത്ത ബിന്നി ഇപ്പോൾ പറയുകയാണ് അവർ തമ്മിൽ എന്തൊക്കെയോ ഉണ്ട്, എന്തൊക്കെയോ അല്ല, മിക്കവാറും ഒരു കുടുംബമുണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്ന്. ബിന്നിയിൽ നിന്നും ഒരിക്കലും നമ്മളിത് പ്രതീക്ഷിച്ചില്ല. അഭിലാഷും ഒനിലുമൊക്കെ കുറെ ദിവസങ്ങളായിട്ട് ഇത് പറയുന്നുണ്ട്. അന്ന് ഇവരും 2K കിഡ്സിന്റെ ഭാഗമായിരുന്നു, ഇവരും പുരോഗമന ആശയങ്ങൾ പറയുന്നവരായിരുന്നു. പക്ഷെ ഇപ്പോൾ അവർ അവിഹിതത്തെക്കുറിച്ചൊന്നും കാര്യമായിട്ട് സംസാരിക്കുന്നില്ല. ഇത് ജിസൈലിന്റെ സ്ട്രാറ്റജി ആണെന്നാണ് പറയുന്നത്. ബിന്നി പറഞ്ഞതുപോലൊന്നും തെളിച്ചു പറഞ്ഞില്ല കേട്ടോ. അതിനകത്ത് ഒനിലിനെയും അഭിലാഷിനെയും സമ്മതിച്ചേ പറ്റുകയുള്ളൂ. മോശമായിട്ട് ഒന്നും തന്നെ അവർ പറഞ്ഞിട്ടില്ല. ആര്യനും ജിസൈലും തമ്മിൽ പ്രണയമാണെന്നോ അല്ലെങ്കിൽ കുടുംബമാകാൻ പോവുകയാണെന്നോ ഒന്നും അവർ ഊഹിക്കുകയും ചെയ്തിട്ടില്ല. അവരുടെ സംസാരം വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആണ്. എന്താണ് പറഞ്ഞത്? ഇത് ജിസൈലിന്റെ ഒരു സ്ട്രാറ്റജിയാണ്. നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ് ആ ചെക്കൻ. ആ ചെക്കന്റെ കരിയർ തന്നെ നശിപ്പിച്ചു കളയത്തക്കവണ്ണം അവൾ അവനെ അടിമയാക്കി കളഞ്ഞു. അവളുടെ തുണി കഴിയിക്കുക, പാത്രം കഴിയിക്കുക, കക്കൂസ് കഴിയിക്കുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും അവനെ കൊണ്ട് തന്നെ ചെയ്യിക്കുന്നു. അവനെ അടിമയാക്കി കളഞ്ഞു. അങ്ങനെയൊന്നും ചെയ്യരുതായിരുന്നു, ആ പാവം ചെറുക്കനെ നശിപ്പിക്കരുതായിരുന്നു, ഈ അർത്ഥത്തിലാണ് അവർ സംസാരിച്ചത്. പക്ഷേ ബിന്നി പറഞ്ഞത് അങ്ങനെയല്ല. ബിന്നി യഥാർത്ഥമായിട്ടും ഒരു സത്യം അവിടെ തുറന്നു പറയുകയായിരുന്നു. അവർ തമ്മിൽ ലവ് ട്രാക്ക് തന്നെയാണ്. ഉടൻ തന്നെ അവിടെ ഒരു കുടുംബം പിറക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അനുമോൾ പറഞ്ഞത് തന്നെയല്ലേ. അവർ പുതപ്പിനടിയിൽ കിടന്നുകൊണ്ട് കുൽസിതപ്പണികൾ നടത്തുന്നത് ഞാൻ കണ്ടു എന്ന് അനുമോൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറയാതെ ബിന്നി പറഞ്ഞു വെക്കുകയാണ് ഉടൻ തന്നെ ഒരു കുടുംബമായിട്ട് അവർ മാറുമെന്ന്. ദേ ഇപ്പോൾ അവസാനം നെവിനും വന്ന് ഒരടിയടിച്ചിരിക്കുകയാണ്. നെവിൻ ഒരിക്കലും അത് പറയേണ്ട ആവശ്യമില്ലായിരുന്നു, അത് കഴിഞ്ഞു പോയ വിഷയമാണ്. പക്ഷേ ആ പഴയ പുതപ്പും ആ പുതപ്പിനടിയിൽ അനുമോൾ കണ്ടത് അനുമോളുടെ കാഴ്ചപ്പാട്. എന്നാൽ ഞാൻ മറ്റൊരു രീതിയിലാണ് അതിനെ നോക്കിക്കാണുന്നത്. വലിയ കുഴപ്പമായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല. അവർ രണ്ടും ഫ്രണ്ട്സ് അല്ലേ. അപ്പോൾ ആർക്കും എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം, ആരെയും കുറ്റം പറയാൻ പാടില്ല എന്ന രീതിയിലല്ലേ നെവിൻ പറഞ്ഞു വെക്കുന്നത്. പുതപ്പിനടിയിൽ കിടക്കുന്ന രണ്ടാൾക്കാർ അവർ ഉമ്മ വെക്കുന്നു എന്ന് എനിക്ക് ചിന്തിക്കുവാൻ സ്വാതന്ത്ര്യമുണ്ട്. പുതപ്പിനടിയിൽ രണ്ട് സുഹൃത്തുക്കൾ സ്വകാര്യം പറഞ്ഞുകൊണ്ട് കിടക്കുന്നുവെന്ന് മറ്റൊരാൾക്ക് ചിന്തിക്കുവാനും റൈറ്റ് ഉണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടിന് പ്രകാരമാണ്. അതുകൊണ്ടാണ് കാണുന്നവന്റെ കണ്ണിലാണ് സൗന്ദര്യം എന്ന് പറയുന്നത്. ആ രീതിയിൽ നെവിൻ അത് പറഞ്ഞു വെച്ചു. അപ്പോൾ ഓരോരുത്തരും എന്താണോ വിചാരിക്കുന്നത് അത് വേണമെങ്കിൽ സത്യമാകാം, അസത്യവുമാകാം. ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല എന്ന രീതിയിൽ
ഒരു ബോംബ് അതിന്റെ നടുവിലേക്ക് ഇട്ടിട്ട് മാന്യമായിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു. എന്നാൽ ഇതിനേക്കാൾ എല്ലാം വലിയ പോക്രിത്തരം കാണിച്ചത് വേദലക്ഷ്മിയാണ്. ലക്ഷ്മിയുടെ അഭിപ്രായ പ്രകാരം അവിടെ അവർ തമ്മിൽ യാതൊരു തരത്തിലുള്ള അനാവശ്യ കുൽസിതങ്ങളും നടന്നിട്ടില്ല. അവർ തിക് ഫ്രണ്ട്സ് ആണ്, നല്ല ബോണ്ടിങ് ആണ് ഇരുവരും തമ്മിൽ. ഇതൊക്കെയാണ് പറഞ്ഞു വെച്ചത്. പക്ഷേ ഷാനവാസ് എഴുന്നേൽക്കുവോളം ലക്ഷ്മിയുടെ മുഖത്ത് നല്ല ജീവനായിരുന്നു. എന്നാൽ ഷാനവാസ് ഒരൊറ്റ വാക്ക് പറഞ്ഞതോടുകൂടി ലക്ഷ്മിയുടെ അണ്ടം കീറിപ്പോയെന്ന് വേണം പറയാൻ. അതുപോലുള്ള അടിയൊന്നും ഷാനവാസെ അടിക്കരുതായിരുന്നു. എന്തായാലും നിങ്ങൾ ഒരു വീട്ടിൽ താമസിക്കുന്നവരും പരസ്പരം കുറച്ചു ദിവസത്തേക്കെങ്കിലും മുഖത്തോട് മുഖം നോക്കി നടക്കേണ്ട ആൾക്കാരും ഒക്കെ അല്ലേ. ഇങ്ങനെയൊക്കെ മുഖത്ത് നോക്കി കാര്യം പറയാമോ? ഷാനവാസ് പറയുകയാണ്, ലക്ഷ്മി കഴിഞ്ഞ ദിവസങ്ങളിൽ ഇങ്ങനെ ആയിരുന്നില്ല പറഞ്ഞതെന്ന്. എന്തായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ലക്ഷ്മി പറഞ്ഞത്? ലക്ഷ്മി പറഞ്ഞത് ഇത്രയും സമയം അഭിലാഷും ഓനിലും ഡോക്ടർ ബിന്നിയും ഒക്കെ എന്താണോ പറഞ്ഞത് അതൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ ആവരുത്, ആ കുൽസിതത്തിൽ നിന്നും രക്ഷപ്പെടണമെന്ന് ആര്യനെ താൻ ഉപദേശിക്കുകയും ചെയ്തു അത്രേ. അങ്ങനെ പറഞ്ഞ ലക്ഷ്മി എത്ര പെട്ടെന്നാണ് മലക്കം മറിഞ്ഞിരിക്കുന്നത്. നമുക്ക് കൂടുതൽ അതിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാം. മറ്റൊരു വീഡിയോയിൽ കുറെ കാര്യങ്ങൾ തുറന്നു പറയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ലക്ഷ്മി തൽക്കാലം അവിടെ നിൽക്കട്ടെ. ആര്യനും ജിസയിലും തമ്മിൽ എന്തെങ്കിലും ഉണ്ടോ? 30 വയസ്സ് കഴിഞ്ഞിട്ടും കല്യാണം കഴിക്കാത്തതിന്റെ ഫ്രസ്ട്രേഷനാണ് അനുമോൾക്ക്. നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കാമപ്രാന്താണ്. അങ്ങനെയുള്ളപ്പോൾ തനിക്ക് ലഭിക്കാത്തത് മറ്റൊരാൾക്ക് ലഭിക്കുന്നത് കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു കുത്തിക്കഴപ്പുണ്ടല്ലോ, ആ സംഗതിയാണ് ബിഗ് ബോസ് വീട്ടിനകത്ത് കുണുമോൾ എന്ന് പറഞ്ഞ നാണം കെട്ടവൾ തുറന്നുവിട്ടത്. ഇതൊക്കെ ആയിരുന്നില്ലേ പുറം ലോകത്തും അകത്തും ഉണ്ടായിരുന്ന ചർച്ചകൾ? ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? അവസാനം ജിഷിന്റെ വക ഒരു മാസ് ഡയലോഗ് കൂടി. അവർ നല്ല ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നു. അതിനകത്തെ നന്മയല്ലേ നമ്മൾ കാണേണ്ടത്? ഇങ്ങനെ മോശമായിട്ട് കാണാൻ പാടുണ്ടോ? ഇവിടെയുള്ള മുഴുവൻ ആൾക്കാരെയും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എനിക്ക് പിടികിട്ടിയ ഒരു കാര്യം, ആരെത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും നല്ലതാണെന്ന് ആരും പറയില്ല. എന്നാൽ പോലും അവരുടെ മോശം കാര്യങ്ങൾ മാത്രം ഉയർത്തി പറഞ്ഞുകൊണ്ടേയിരിക്കും. വാവ്, എത്ര മനോഹരമായ ഡയലോഗ്! പക്ഷേ ലാലേട്ടൻ ഷൂട്ട് കഴിഞ്ഞ് മടങ്ങിപ്പോകുന്ന സമയത്ത് ബെഡ്റൂമിനകത്ത് വെച്ച് ഒനിലും അഭിലാഷും കൂടി അതും അങ്ങ് പൊളിച്ചടുക്കി. എടാ നാറി, നീയല്ലേ അനുമോൾക്ക് ഡെമോൺസ്ട്രേഷൻ നടത്തി കൊടുക്കാൻ വേണ്ടി പുതപ്പെടുക്കാൻ വേണ്ടി ആദിലെ പറഞ്ഞു വിട്ടത്? സത്യത്തിൽ അനുമോൾ ആ ആരോപണം ഉന്നയിക്കുകയും അവിടെ പ്രശ്നമുണ്ടാവുകയും ചെയ്ത ദിവസത്തിൽ അനുമോൾക്കൊപ്പം കട്ടയ്ക്ക് നിന്നൊരുത്തനായിരുന്നു ഈ ജിഷിൻ എന്ന് പറഞ്ഞ വ്യക്തി. ഇവർക്കൊക്കെ എങ്ങനെയാണ് ഇങ്ങനെ പെട്ടെന്ന് മലക്കം മറിയാൻ പറ്റുന്നത്? ഒറ്റ നിമിഷം കൊണ്ട് മറുകണ്ഠം ചാടുകയാണ്. ഓന്ത് തോറ്റുപോകും സാറേ നിങ്ങളുടെയൊക്കെ മുൻപിൽ. അത്രമാത്രം നിറം മാറാൻ കഴിവുള്ള ആൾക്കാരാണ്. എന്തായാലും ഇനി അവിടെ ഇല്ലെന്നാ തോന്നുന്നത്. പുറത്തായെന്നാണ് പൊതുവെ ആൾക്കാർ പറഞ്ഞു വരുന്നത്. നമുക്കതിനെക്കുറിച്ച് അറിയില്ല. ഒരു കാര്യം ഉറപ്പാണ്, ദൈവം പണ്ട് പിന്നെയായിരുന്നു, ഇപ്പൊ കൂടെയാണ്. പക്ഷെ ഒനിലും അഭിലാഷും പറഞ്ഞതിൽ ഒരു കാര്യം യാഥാർത്ഥ്യമാണ്. നല്ലൊരു കണ്ടസ്റ്റന്റ് ആണ് ആര്യൻ. ആര്യന്റെ കഴിഞ്ഞ ദിവസത്തെ അവിടുത്തെ ടാസ്കുകൾ, കഴിഞ്ഞ ദിവസം മാത്രമല്ല ഓരോ ടാസ്കിലും അയാളിടുന്ന എഫേർട്ട്, അയാളുടെ ആ ക്വാളിറ്റി, ഇതൊക്കെ നമുക്ക് കണ്ടില്ല എന്ന് നടിക്കുവാൻ കഴിയില്ല. ഇടയ്ക്കിടയ്ക്ക് ബോധം അങ്ങ് പോകും. ചില സമയങ്ങളിൽ വിവരക്കേടൊക്കെ വിളിച്ച് പറയാറുണ്ട്. സംഗതി എല്ലാം ശരിയാണെങ്കിൽ പോലും ആ മനുഷ്യനെ ഇത്രയും അധികം നശിപ്പിച്ചത് ജിസയിലാണ് എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. അവർ തമ്മിൽ ലവ് ഉണ്ടോ, ലവ് ട്രാക്ക് ഉണ്ടോ, ഇതൊന്നും നമുക്കറിയില്ല. പക്ഷേ ആര്യന്റെ കരിയർ തന്നെ മുടിച്ച് തേച്ച് കഴുകുന്ന രീതിയിലാണ് ജിസേൽ കൊച്ചമ്മ കളിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ആ വീട്ടുകാരെ കൊണ്ട് തന്നെ അത് തുറന്നു പറയിപ്പിച്ചു ബിഗ് ബോസ്. അവസാനമായി ലാലേട്ടനോടുള്ള എല്ലാ ബഹുമാനവും മുൻനിർത്തിക്കൊണ്ട് ഒറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. നിങ്ങൾക്ക് നാണമില്ലേ എന്നാണ് ലാലേട്ടൻ അന്ന് അനുമോളുടെ മുഖത്ത് നോക്കി ചോദിച്ചത്. ഇപ്പോൾ ഞാൻ തിരികെ ചോദിക്കുകയാണ്, ഈ ഒരു വിഷയം വീണ്ടും എടുത്തലക്കാൻ ലാലേട്ടനും ബിഗ് ബോസിനും നാണമില്ലേ? ആര്യനോടും ജിസേലിനോടുമുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല ഇങ്ങനെ സംസാരിക്കുന്നത്. അന്ന് അനുമോൾക്കെതിരെ നിങ്ങൾ എന്തൊക്കെയാണോ സംസാരിച്ചത് അതിനെല്ലാം ഓപ്പോസിറ്റ് ആയിട്ട് ഇപ്പോൾ നിങ്ങളെ കൊണ്ട് തന്നെ ദൈവം സംസാരിപ്പിക്കുകയാണ്. അന്ന് നിങ്ങൾ എന്താണോ തള്ളി പറഞ്ഞത് അത് സത്യമായിരുന്നുവെന്ന് നിങ്ങളുടെ കണ്ണിന്റെ മുൻപിൽ നിങ്ങൾ തന്നെ മറ്റുള്ളവരെ കൊണ്ട് തെളിയിക്കുകയും അങ്ങനെ തെളിയിക്കുവാൻ വേണ്ടി ഒത്താശ ചെയ്തു കൊടുക്കുകയും ചെയ്തതാണ്. ഇതാണ് പറയുന്നത് ദൈവമുണ്ട് എന്ന്. ആ പെങ്കൊച്ച് എന്ത് കരഞ്ഞു! ആ ഒരു കാര്യം ഞാൻ കണ്ടു. അതിനകത്ത് അവരെ ഉറച്ചു നിൽക്കുകയാണ്. ആ ഒരു വിഷയത്തിന് വേണ്ടി അകത്തും പുറത്തും അവരെ എത്രമാത്രം ക്രൂശിച്ചു. പക്ഷെ ഇപ്പോൾ കാലത്തിന്റെ കാവ്യനീതി പോലെ അനുമോളായിരുന്നു ശരി എന്ന് നിങ്ങൾ തന്നെ തെളിയിച്ച് കയ്യിൽ കൊടുത്തു. ബിഗ് സല്യൂട്ട് ബിഗ് ബോസ്, ബിഗ് സല്യൂട്ട് ലാലേട്ട.